നമുക്ക് രണ്ടുപേരും, നമ്മൾ രണ്ടുപേരും എന്നൊക്കെ ഉള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അതുപോലെ രണ്ട് എന്ന് വെച്ചിട്ടുള്ള വാക്കല്ല. ബോത്ത് ഓഫ് യു, നിങ്ങൾ രണ്ടുപേരും. ബോത്ത് ഓഫ് യു, അല്ലെങ്കിൽ യു ബോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു. യു ബോത്ത് ഗോ ദേർ, യു ബോത്ത് ഗോ ദേർ, നിങ്ങൾ രണ്ടുപേരും അവിടെ പോവൂ. യു ബോത്ത് ഗോ ദേർ. ബോത്ത് ഓഫ് യു ആർ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ബോത്ത് ഓഫ് യു ആർ ഗുഡ്, നിങ്ങൾ രണ്ടുപേരും നല്ലതാണ്. അങ്ങനെ രണ്ട് പേരും എന്നുള്ളതിന് ബോത്ത് ഓഫ് യു, ബോത്ത് എന്ന് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ബോത്ത് ഓഫ് ദം, ബോത്ത് ഓഫ് ദം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും. ദം എന്ന് പറഞ്ഞാൽ അവരെ എന്നാണ് നമ്മൾ ശരിക്കും പഠിച്ചിട്ടുള്ളത്. ഹിം എന്ന് പറഞ്ഞാൽ അവനെ എന്നുമാണ്. ബോത്ത് ഓഫ് ദം, അവരെ രണ്ടുപേരൊന്നുമില്ല, അവർ രണ്ടുപേരും. ദേ ബോത്ത് ക്യാൻ ഡു, അങ്ങനെയും പറയാം. ദേ ബോത്ത് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും, അവർക്ക് രണ്ടുപേർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ദേ ബോത്ത് ക്യാൻ ഡു ഇറ്റ്, അത് അവർക്ക് രണ്ടുപേർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ദേ ബോത്ത് ക്യാൻ ഡു ഇറ്റ്. ബോത്ത് ഓഫ് ദം, ബോത്ത് ഓഫ് യു. പിന്നെ ബോത്ത് ഓഫ് അസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് അസ്, നമുക്ക് രണ്ടുപേർക്കും. ബോത്ത് ഓഫ് അസ് ക്യാൻ ഗോ ദർ, നമുക്ക് രണ്ടുപേർക്കും അവിടെ പോവാം. ബോത്ത് ഓഫ് അസ്, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നാണ്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അസ് ഞങ്ങളെ എന്നാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബോത്ത് ഓഫ് അസ്, വി ബോത്ത്, ഞങ്ങൾ രണ്ടുപേരും. വി ബോത്ത് വിൽ ഗോ ദർ, ഞങ്ങൾ രണ്ടുപേരും അവിടെ പോവും. ബോത്ത് ഓഫ് അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേര്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ബോത്ത് ഓഫ് അസ് ക്യാൻ ഗോ ദർ. ആ ബോത്ത് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക എന്നുള്ളത് നമ്മൾ അറിയുക. രണ്ടു പേർക്കും, ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും. അപ്പോൾ ബോത്ത് ഓഫ് യു ആൻഡ് ഹി, നീയും അവനും എന്നായി. ബോത്ത് ഓഫ് യു ആൻഡ് ഹി. അപ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരുമ്പോഴും ബോത്ത് എന്നുള്ളത് എങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു വാക്ക് പറയാമെന്നുള്ളത് ശ്രമിച്ചു നോക്കിയപ്പോഴും